അടുത്തത് ഗോട്ട്, ആട്. ആട് എന്നുള്ളതിനെ ഹിന്ദിയിൽ എന്താണ് പറയുക? ബക്കരി. ബക്കരി. ബക്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്. ഒന്നുകൂടെ എഴുതാം, ബക്കരി. ബക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്. ആടിന് ഹിന്ദിയിൽ എന്താണ് പറയാ? ബക്രി. ഗോട്ടിന് എന്താണ് ഹിന്ദിയിൽ പറയാ? ബക്രി. ബക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്, അല്ലെങ്കിൽ ബക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോട്ട്. ബക്രി എങ്ങനെ എഴുതാ? ബക്കരി. ബക്കരി. രായ്ക്ക് വലതുവശത്തേക്കാണ് വള്ളി വരേണ്ടത്. ബക്കരി, ആട്. അടുത്തത് ഡോങ്കി, കഴുത. കഴുത എന്നുള്ളതിന് എന്താണ് ഹിന്ദിയിൽ പറയാ? ഗധ. ഗധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത. ഗധ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത. ഒന്നുകൂടെ എഴുതാം, ഗധ. കഴുത. ഗ എന്ന് എഴുതാം. ധ എന്നുള്ള അക്ഷരമാണ് എഴുതേണ്ടത്. അപ്പൊ ധ എന്നുള്ള അക്ഷരം എഴുതുമ്പോൾ അതിന്റെ മുകളിൽ ഈ തുടക്ക ഭാഗത്ത് വര മുട്ടാൻ പാടില്ല, വര ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയാണ് അത് എഴുതുക, ഗധ. ഗധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ കഴുത, ഡോങ്കി. അടുത്തത് ചെമ്മരിയാട്. ചെമ്മരിയാട്, ഷീപ്പ്. അപ്പൊ ചെമ്മരിയാടിന് എന്താണ് ഹിന്ദിയിൽ പറയാ? ചെമ്മരിയാടിന് ഹിന്ദിയിൽ ബേഡ്. ഭേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മരിയാട്. ഒന്നുകൂടെ എഴുതാം, ഭാന്നിട്ടു മേലേക്ക് വര, ഡാന്ന് എഴുതി അടിയിൽ കുത്ത്. ഭേഡ്. ഭേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മരിയാട്. അപ്പൊ ഷീപ്പ് എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ? ഭേഡ്. ചെമ്മരിയാട് എന്നുള്ളതിന് എന്താണ് ഹിന്ദിയിൽ പറയാ? ഭേഡ്. അപ്പൊ ഭേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മരിയാട്, ഷീപ്പ്. ഹിന്ദിയിൽ ഷീപ്പിന് എന്താ പറയാ? ഭേഡ്.